ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വെറൈറ്റി ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു തൊപ്പിക്കാരൻ സ്നാക്ക് ഉണ്ടല്ലോ അതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട വെച്ചിട്ടാണ് ഈ ഒരു മയോണൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മയോണൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡിലൊന്നും പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. നമ്മുടെ പുളിക്കനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് നല്ല വൈറ്റ് കളറാവുന്ന വരെ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കിയപ്പോൾ ഞാനൊരു ഷവർമാരുടെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ, അതിൻ്റെ ഫില്ലിങ്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഈ മയോണൈസും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ള ആ ഒരു സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് ഇവിടെ റെഡിയായി. ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കസ്സാണ്, നമ്മൾ സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന കസ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ക്യാബേജ് ഇട്ട് കൊടുത്താലും മതി, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഏകദേശം ഒരു 1/4 കപ്പ്. നമ്മൾക്ക് എത്രയാണോ സ്നാക്സ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ അതാ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചെറുതായിട്ട് അരിഞ്ഞതും. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, വെജിറ്റബിൾസ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. അത് ഇതുപോലെ കൈ വെച്ചിട്ട് പിച്ചിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കറിയിലെ ബീഫ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ വെജിറ്റബിൾസൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, കൂടുതലൊന്നും വേണ്ട, നമ്മൾ മയോണൈസിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, വളരെ കുറച്ച് മതിയേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് 1/2 ടീസ്പൂണിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ 1.5 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചാണ്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വേറെ എരിവിനൊന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് സോസ്, നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറേ അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് മതി. ഈ ഒരു സ്നാക്സിലേക്ക് കുറേ ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക, ബാക്കി നമുക്ക് ഈ ഒരു സ്നാക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്ക് കുറച്ച് മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ സോസ് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പശ ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാണ്, സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു സമൂസ ഷീറ്റിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഷീറ്റിനെ പകുതി 2ആയിട്ട് മുറിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതിന് കറക്റ്റ് നമുക്ക് പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, മയോണൈസ് കൂടിപ്പോയാൽ നമുക്ക് ഈ സൈഡിലൂടെയൊക്കെ അത് ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഈ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഫില്ലിങ് ഇതന്നെ ആക്കിക്കൊള്ളാൻ നിർബന്ധം. ഇപ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിലാറ് ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഒലിച്ച് വരുന്ന പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുക. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങ് അവിടെ ഒട്ടി നിൽക്കുമല്ലോ, പിന്നെ പുറത്തേക്ക് ചാടി പോകുന്നില്ല. ഇതാവുമ്പോൾ നമ്മുടെ ഈ ഒരു പശ ഉണ്ടല്ലോ അത് ഒന്നുകൂടെ നല്ല തിക്കായിട്ട് തന്നെ വേണം. എന്നിട്ട് രണ്ട് സൈഡിലും ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. രണ്ട് സൈഡ് മാത്രം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അത്രയും മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. എന്നാലും ഇതും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും നല്ല തിക്കായിട്ടുള്ള പശ ഒട്ടിച്ച് കൊടുത്താൽ മതി. ആ പശ മൈദയുടെ പശയും ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് നല്ല തിക്കായിട്ട് വരണം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും മൈദയുടെ തിക്കായിട്ടുള്ള ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കാണാനും ഒരു വെറൈറ്റി ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റി അങ്ങനെയൊന്നും ടൈം പോകുമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ, ഇതിപ്പം നമുക്ക് ഈ ഒരു ഫില്ലിങ് തന്നെ പല രീതിയിലും ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പശയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് ചാടുക അല്ലെങ്കിൽ ഇതിലത്തെ എന്താ പറയുക ഓയിൽ ഉള്ളിലേക്ക് കിടക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ മൈദ വെച്ചിട്ട് ആദ്യം ഒന്ന് കവർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മയോണൈസ് കൂടിപ്പോകാതെ അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. മയോണൈസ് കൂടിപ്പോയാലാണ് ഓയിലിലേക്ക് ആ മയോണൈസ് കൊലിച്ച് വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സമൂസ ഷീറ്റിൽ നോർമലായിട്ട് സമൂസ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്താലും മതി. ടേസ്റ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ 3 സമൂസയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം ഫില്ലിങ് വെച്ചിട്ട് ബാക്കിയെല്ലാം മറ്റേ മോഡലും 3 സമൂസയും തയ്യാറായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ടോട്ടൽ എത്ര എണ്ണാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ 8 റോളും അതുപോലെ 3 സമൂസയുമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി. ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കാണാനും ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ റോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാൻ ബാക്കി 3 സമൂസയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്